യെസ് ഓർ നോ പറയേണ്ട വിഷയമല്ല എന്ന് നിയമമന്ത്രി എന്തടിസ്ഥാനത്തിലാണ് പറയണത്? കൃത്യമായ ഉത്തരം പറയുന്നില്ല. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുകയെന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി കാത്തിരിക്കുക. അതുപോലെ ശബരിമല സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ച് സർക്കാർ ഉരുണ്ട് കളിക്കുകയാണ്. മുഖ്യമന്ത്രി മൗനം ദീക്ഷിക്കുന്നു. അതേ അവസരത്തിൽ നിയമമന്ത്രി കൃത്യമായ ഉത്തരം പറയുന്നില്ല. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുകയെന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി കാത്തിരിക്കുക. നിങ്ങൾ സ്ത്രീ പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ തെറ്റുപറ്റി എന്ന് പറഞ്ഞ ആളല്ല. അപ്പോൾ ആ അഫിഡവിറ്റ്, ആ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ അഫിഡവിറ്റാണ് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. ആ അഫിഡവിറ്റ് ഭേദഗതി വരുത്തി മാറിയ സാമൂഹ്യ സാഹചര്യങ്ങളിൽ അതിനോട് യോജിപ്പില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുമോ? അതാണ് ചോദ്യം. അതിന് ഉത്തരം പറയുന്നില്ല. എസ് ഓർ നോ എന്ന് തന്നെയാണ് ഉത്തരം പറയേണ്ടത്. നിയമമന്ത്രി പറഞ്ഞ എസ് ഓർ നോ എന്ന് ഉത്തരം പറയേണ്ട കേസ് അല്ല എന്നാണ്. യെസ് ഓർ നോ എന്ന് പറയണം. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിനെ നിങ്ങളിപ്പോഴും പിന്തുണയ്ക്കുന്നുണ്ടോ? യെസ് പറഞ്ഞാൽ മതി, ഞങ്ങളിപ്പോഴും പിന്തുണയ്ക്കുന്നുണ്ടെന്ന് ഒരു നിലപാടായല്ലോ. ഇല്ലെങ്കിൽ നോ, മാറിയ സാമൂഹ്യ സാഹചര്യത്തിൽ അത് മാറി, ഞങ്ങൾ അതിലേക്ക് പോകുന്നില്ല എന്ന് പറയണ്ടേ? അത് പറയാതെ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം. ഇനി എപ്പോഴാണ് തീരുമാനം എടുക്കുന്നത്? കോടതി ആ കേസ് എടുക്കുന്നതിന് മുമ്പ് അഫിഡവിറ്റ് കൊടുക്കണ്ടേ? ഇന്നലെ കേസ് വരുമെന്ന് ഗവൺമെൻറ്റിന് അറിയാമല്ലോ. ഗവൺമെൻറ് എന്തുകൊണ്ട് സത്യവാങ്മൂലം കൊടുത്തില്ല? എന്താണ് സർക്കാരിൻ്റെ നിലപാട്? സി പി എമ്മിൻ്റെ നിലപാട് സെക്രട്ടറി എം.വി. ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ മാറ്റം ഏത് കാര്യത്തിലുണ്ടാകും, മാറ്റം അനിവാര്യമാണ്, മാറ്റത്തിൻ്റെ ലോകത്തുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു മാർസിയൻ പശ്ചാത്തലത്തിൽ അതിനെ മാറ്റം വേണമോ ഇല്ലയോ എന്നുള്ള കാര്യം ചർച്ച ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാകാത്ത ഭാഷയിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. എന്താണ് സി പി എമ്മിൻ്റെ സ്റ്റാൻഡ് എന്ന് ചോദിച്ചപ്പോൾ അവ്യക്തത കൊണ്ട് നിറഞ്ഞ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. നിയമമന്ത്രിയും പറയുന്നത് അതാണ്. യെസ് ഓർ നോ പറയേണ്ട വിഷയമല്ല എന്ന് നിയമമന്ത്രി എന്തടിസ്ഥാനത്തിലാണ് പറയണത്? നിങ്ങളോടുള്ള ചോദ്യം, നിങ്ങൾ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. ഇത് പറയണ്ടേ? ഗവൺമെൻറ് നിലപാട് പറയണ്ടേ? നിങ്ങൾ പറഞ്ഞത് അത് അങ്ങനെ സ്ത്രീകളെ കൊണ്ടുവരുന്നത് നവോത്ഥാനമാണ് ആയിരിക്കുമെന്നാണ് നിങ്ങളുടെ ആദ്യത്തെ നിലപാട്. അതിന് പിന്നീട് മാപ്പ് പറഞ്ഞു. 2 സ്ത്രീകളെ കയറ്റിയതിനും മാപ്പ് പറഞ്ഞു, പോലീസിനെ കൊണ്ട് കയറ്റിയതിനും മാപ്പ് പറഞ്ഞു. മാറിയ സാമൂഹ്യ സാഹചര്യത്തിൽ നിങ്ങൾ ആ നിലപാടിൽ നിങ്ങൾക്ക് മാറ്റമുണ്ടോ? പറയണം, വ്യക്തമായി പറയണം.